ഇന്നത്തെ വീഡിയോയിൽ 2-3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കൂ എന്ന്. ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്ന ആളുകളും നമ്മൾ കൂട്ടിവെക്കുന്ന പണവും ഈ ലോകത്തിലെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടു പോകും. ഈ ലോകത്തിലെല്ലാവരെയും വിട്ട് നമ്മൾ പോകും, അങ്ങനെ പറയാം. പക്ഷേ നമ്മോടൊപ്പം ഖബറിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ അമൽ, നമ്മുടെ നമസ്കാരം, ദുആ, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തി, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരം, സഹായം, അതൊരു പുഞ്ചിരി ആയിക്കോട്ടെ. ഇന്ന് അള്ളാഹുലേക്ക് ഒരു പടി അടുത്ത് പോകാൻ നമ്മൾ ശ്രമിക്കുക. ഒരു സുജൂദ് കൂടുതൽ, ഒരു ദുആ കൂടുതൽ, ഒരു തൗബ കൂടുതൽ. കാരണം നമ്മൾ കരുതുന്നതിനേക്കാൾ അടുത്തതായിരിക്കും നമ്മുടെ അവസാന ശ്വാസം. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നാളെ രാവിലെ കണ്ണ് തുറക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിനായി പ്ലാൻസ് ഉണ്ടാക്കുന്നു. മരണത്തിനാണെങ്കിലോ ഒരു ഷെഡ്യൂളുമില്ല. അത് വരുമ്പോൾ ഒരു മെസ്സേജ് പോലും അയക്കില്ല. ഈ ദുനിയാവിൽ നമ്മൾ ഓടുന്നത് മാർക്കിനായി, പണത്തിനായി, പദവികൾക്കായി, സുഖങ്ങൾക്കായി. പക്ഷെ ഖബറിലേക്ക് പോകുമ്പോൾ ഫോളോവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, നമ്മുടെ അമൽ മാത്രം. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അള്ളാഹു നിൻ്റെ ദുആ കേൾക്കാൻ അവിടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഞാനും നീയുമൊക്കെ ബിസിയാണ്. ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നമസ്കാരം നമ്മൾ വൈകിപ്പിച്ചു, ഒരു തൗബ നാളേക്കായി മാറ്റിവെച്ചു. നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. നാളെ നമ്മൾ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ആ ജീവിതത്തിലേക്കായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ നാളെ നമുക്ക് വേണ്ട, ഖബറിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമസ്കാരം, തൗബ, നല്ല അമലുകൾ, നല്ല പ്രവൃത്തികൾ, നന്മകൾ. ആ നല്ല അമലുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തിയതേയില്ല. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹിനോട് സംസാരിക്കാം. ഒരു സുജൂദ് ചെയ്യും, മനസ്സ് തുറന്ന് സത്യസന്ധമായി ഒരു തൗബ ചെയ്യും. കാരണം ഇത് എൻ്റെയും ഒക്കെ ജീവിതത്തിലെ അവസാന രാത്രിയല്ലെന്ന് ഉറപ്പില്ല. ഒരു ദിവസം നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ ഫോട്ടോ മാത്രമാവും ബാക്കി. അത് ഞാനാകാം, നീയാകാം, നമ്മുടെ കുടുംബമാകാം. അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, സംസാരിക്കുക. ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, കുടുംബക്കാരാവട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കൂ, ചേർത്ത് പിടിക്കൂ, സംസാരിക്കൂ. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് അവർക്ക് മെസ്സേജ് അയക്കൂ, അവരോട് സംസാരിക്കൂ. ഒരു ദിവസം ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയാൻ പോലും അവരോ നമ്മളോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഇന്ന് സംസാരിക്കാത്ത ഒരാൾ ചിലപ്പോൾ നാളെ ഖബറിലായിരിക്കാം. പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ പലർക്കും പിന്നെ അവസരം കിട്ടിയിട്ടില്ല. ഇതിൽ മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ചിരുന്ന് നമ്മുടെ ഈഗോ കാരണം മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ച് അവരോട് സംസാരിക്കാതെ ഇരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം വളരെ ചെറുതാണ്. ഒരു ക്ഷമ ചോദിക്കാൻ നമ്മുടെ ഈഗോ തടസ്സമാകരുത്. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ആരും ഇവിടെ സ്ഥിരമായിട്ട് തങ്ങുന്നില്ല. അവസാനമായിട്ടാണ് നമ്മൾ ഒരാളെ കാണുന്നതെന്ന് പോലും അറിയാത്ത ഒരു കൂടിക്കാഴ്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ അവസാനമായാണ് ഞാൻ കാണുന്നത് എന്ന് നമ്മൾക്കറിയാൻ കഴിയുന്നില്ല. അങ്ങനെ പല കൂടിക്കാഴ്ചകളും നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ പല കൂടിക്കാഴ്ചകളും അവസാനിക്കുന്നുണ്ട്. ഇന്നൊരു സ്നേഹവാക്ക് പറയൂ, നാളെ പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഖബറിലേക്ക് പോകുമ്പോൾ കൂടെ വരുന്നത് സ്നേഹവും അമലുകളും മാത്രമാണ്. മരണത്തെ പേടിക്കേണ്ടതില്ല, പക്ഷേ അതിനായി തയ്യാറാകാതെ നമ്മൾ ജീവിക്കരുത്. മരണത്തെ പേടിക്കേണ്ടതില്ല, പക്ഷേ ഖബർ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കി കൊണ്ടുപോകണ്ടേ? ഈ സ്ഥിരതയില്ലാത്ത ഈ ജീവിതത്തിൽ, സ്ഥിരമല്ലാത്ത ഈ ലോകത്തിൽ ഒരുപാട് പ്ലാനുകളും ഒരുപാട് കണക്കുകൂട്ടലും നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ടുള്ള ആ ഖബർ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? ഖബർ ഭയപ്പെടുത്തുന്ന സ്ഥലമൊന്നുമല്ല. അമൽ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വിശ്രമ സ്ഥലമാണ്. ഖബറിലെ വെളിച്ചമാണ്. നല്ല ഹൃദയത്തോടെ ജീവിച്ചാൽ മരണവും മനോഹരമായ കൂടിക്കാഴ്ചയാകുമത്രേ. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയത്തിന് ഏകാന്തത കുറവായിരിക്കും. മനുഷ്യർ മറന്നാലും അള്ളാഹു ഒരു കണ്ണീരും മറക്കില്ല. നമ്മൾ നഷ്ടപ്പെടുത്തിയ ആളുകളെ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയും നമ്മൾക്ക് സ്വർഗത്തിലാണ്. ഇനി സ്വർഗത്തിൽ വെച്ചാണ് അത് നടക്കുന്നത്. ഇന്നൊരു നല്ല അമൽ ചെയ്യൂ നമ്മൾ. ഒരു നാൾ അത് നമ്മുടെ ഖബറിലേക്ക് അത് നിനക്ക് ആശ്വാസമായി ഉണ്ടാവും. ദുനിയാവ് അവസാനിക്കുന്നിടത്തല്ല കഥ തീരുന്നത്. യഥാർത്ഥ ജീവിതം അതിനു ശേഷമാണ്. ഈ ദുനിയാവ് ഒരു അവസാനമല്ല, ഒരു പരീക്ഷയാണത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ചെറിയ യാത്രയുടെ ഭാഗമായിട്ടാണ്.
യഥാർത്ഥ സ്ഥിരതയും സമാധാനവും അള്ളാഹുവിൻ്റെ അടുത്താണ്. കല്ലറയിൽ, ഖബറിൽ എല്ലാം അവസാനിക്കുന്നു എന്ന് പലരും കരുതും. പക്ഷേ ഒരു മോമിനീനെ അതൊരു മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്നറിയാം. ഇവിടെ ചെയ്ത ഓരോ നന്മക്കും, ഓരോ സുജൂദിനും, ഓരോ കണ്ണീരിനും, ഓരോ സഹായത്തിനും അള്ളാഹുവിൻ്റെ അടുത്ത് വിലയുണ്ട്. അതുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെട്ടാലും ദുഃഖിക്കണ്ട, അള്ളാഹുവിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. യാ അല്ലാഹ്, ഞങ്ങളുടെ അവസാനം നല്ലതാക്കണമേ, ഖബർ വെളിച്ചമുള്ളതാക്കണമേ, ഹൃദയങ്ങൾക്ക് സമാധാനം തരണമേ, നിന്നെ സന്തോഷിപ്പിക്കുന്ന ജീവിതവും ജന്നത്തിലേക്കുള്ള മരണവും നല്ലതാക്കണമേ. നന്മ എന്ന് പറയുന്നത് നമസ്കാരവും ദുആയും മാത്രമല്ല, ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അതുപോലും ഒരു നന്മയാണ്. ഉമ്മാക്ക് ഒരു സഹായം ചെയ്യുക നന്മയാണ്. വാപ്പയെ സന്തോഷിപ്പിക്കുക നന്മയാണ്. കരയുന്ന ഒരാളെ ആശ്വസിപ്പിക്കൂ, ക്ഷമ ചോദിക്കൂ, ക്ഷമിക്കൂ, നന്മയാണതെല്ലാം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കൂ, അതൊരു നന്മയല്ലേ? ഒരു വീടിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കുന്നത്, ഇവയെല്ലാം നിസ്സാര കാര്യങ്ങളല്ല. ഒരു ദിവസം നമ്മൾ ഈ ദുനിയാവ് വിട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്ത നന്മകളുടെ ചൂട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും ബാക്കി നിൽക്കും. നമ്മുടെ ഖബറിലും അതൊരു നന്മയായിട്ട് ബാക്കി നിൽക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ ജീവിക്കൂ, സഹായിക്കൂ, ക്ഷമിക്കൂ, അള്ളാഹുവിലേക്ക് അടുത്തു നടക്കൂ. കാരണം യഥാർത്ഥത്തിൽ മനോഹരമായ ജീവിതം തുടങ്ങുന്നത് അള്ളാഹു സന്തോഷിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്. കാരണം യഥാർത്ഥ മനോഹരമായ ജീവിതം എന്ന് പറയുന്നത് പണം കൂടുതലുള്ള ജീവിതമല്ല, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീവിതവുമല്ല. ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന ജീവിതമാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത്, വീട്ടുകാരെ സഹായിച്ച ശേഷം ഉള്ളിലെ സന്തോഷം, ആരോടെങ്കിലും നല്ലത് ചെയ്ത ശേഷം കിട്ടുന്ന സമാധാനം, അതൊക്കെയാണ് യഥാർത്ഥ സൗന്ദര്യം, യഥാർത്ഥ സമാധാനം. മറ്റുള്ളവരെ വേദനിപ്പിച്ച് ജീവിച്ചാൽ, പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ നിനക്ക് സമാധാനം ഉണ്ടാകില്ല ഒരിക്കലും. പക്ഷേ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ, ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നീ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയം പതിയെ ലഘുവാകും. അതായത് നമുക്ക് നല്ല സമാധാനം ലഭിക്കും. അതാണ് യഥാർത്ഥ മനോഹരമായ ജീവിതം. അള്ളാഹു നമ്മളെ നല്ല ഹൃദയമുള്ള ആളുകളാക്കട്ടെ. മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ ആശ്വാസമാകാൻ സഹായിക്കട്ടെ. നമ്മളെ ചെറിയ നന്മകൾ പോലും വിലമതിക്കാൻ അള്ളാഹു പഠിപ്പിക്കട്ടെ. വീട്ടുകാരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ക്ഷമിക്കാനും നല്ലത് പറയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതം ആർക്കെങ്കിലും ഒരു നന്മയുടെ കാരണമാകട്ടെ. ആമീൻ.